ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലാൻ 10-15ഓളം ആളുകൾ വളരെ ക്രൂരമായി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ എല്ലാ തെളിവുകളും ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ചാനലുകളിലൂടെ പുറത്തുവിടുകയാണ്. 12 പേരും മാരകമായ ആയുധങ്ങളുമായി അമ്മയുടെ മുമ്പിലിട്ട്, ചെറിയ കുഞ്ഞിന്റെ മുമ്പിലിട്ട്, ഭാര്യയുടെ മുമ്പിലിട്ട് മനുഷ്യനെ അടിച്ചു കൊന്നപ്പോൾ അടിയേറ്റ് തലച്ചോറ് വരെ തെറിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം, മറിച്ച് ഭീകരത സൃഷ്ടിക്കുക. തന്നെയുമല്ല, ഇനി ഏതൊരാളും ഇത് കണ്ട് ഭയപ്പെടണം. അതുകൊണ്ടാണ് ഒരാളെ മാത്രം ശിക്ഷിക്കാതെ 15 പേരും കൊണ്ടുപോയ മാരക ആയുധങ്ങളിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ചോര പുരട്ടിയവരെ മാരകമായി 46 വെട്ടുകളായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊല്ലുക എന്നതല്ല ലക്ഷ്യം. ആദ്യത്തെ കൂടം കൊണ്ട് തലയ്ക്ക് അടിയേറ്റപ്പോൾ തന്നെ കണ്ണുകൾ തെറിച്ചു പോവുകയും തലച്ചോറ് വരെ വെളിയിൽ വന്ന് തല പിളരുകയും ചെയ്തിട്ടും വിടാതെ വീണ്ടും 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 വെട്ടിയത് ഭയപ്പെടുത്താൻ തന്നെയാണ്. അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഒരാളെ മാത്രം ശിക്ഷിക്കാതെ 15 പേർക്കും വധശിക്ഷ കോടതി വിധിച്ചത്? അതിനെ സംബന്ധിച്ച് റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ കാലത്ത് സർവീസിൽ ഉള്ള വളരെ റയറസ്റ്റായ ചില ഡിവൈഎസ്പിമാർക്ക് മാത്രമേ ഇതുപോലുള്ള കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഡിവൈഎസ്പി ജയരാജും ടീമും അത് 90 ദിവസത്തിനാണ് ചാർജ് ഷീറ്റ് കൊടുത്ത് 15 പേർക്ക് എതിരായിട്ട്. അതാണ് അവരുടെ ഒരു മെച്ചം. രണ്ടാമത് സാക്ഷികളെ 146 സാക്ഷികളെ കോടതി വിസ്തരിക്കുകയും ചെയ്തു. ഏതായാലും അവരുടെ എഫർട്ട് അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം പല കേസുകളും നമുക്കറിയാം, ഹൈക്കോടതി സുപ്രീം കോടതി ചിലപ്പോൾ വിട്ടുപോകുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി ഈ കേസിനകത്ത് കൃത്യമായ ആ 15 പ്രതികളുടെ റോൾ പറയുകയും ഐഡന്റിഫിക്കേഷൻ നടത്തുകയും അതിന് എന്ത് തെറ്റുകുറ്റങ്ങൾ ആര് പറഞ്ഞാലും ശരി ഐഡന്റിഫൈ ചെയ്തു. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സ്വന്തം മകനെ വെട്ടിക്കൊല്ലുന്ന ഒരു അമ്മ കണ്ടാൽ 10 പേരാണെങ്കിലും 10 പേരുടെ മുഖവും അമ്മയുടെ മനസ്സിലിരിക്കും. ആ ഭാര്യ എവിടെയുണ്ട്, കൊച്ചുങ്ങളുണ്ട്, അത് ഒന്നും അവർക്ക് ഐഡന്റിഫിക്കേഷൻ ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എത്രയോ കേസിനകത്ത് നടത്തിയിരിക്കുന്നു, അതൊക്കെ നമുക്ക് തോന്നില്ല, ആ വാദഗതിയോട് അംഗീകരിക്കാൻ പറ്റില്ല. അതേസമയത്ത് ഈ കേസിനകത്ത് ഒരു പങ്കെടുത്ത 15 പേരും അവരെ 8 പേര് വീടിനകത്തും ഒരാൾ വീടിന്റെ പുറകിലും, അതുപോലെ തന്നെ 3 പേര് 8, 9, 3 പേര് അതിന്റെ വെളിയിലെ വേറെ ഇവരെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ, രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് നോക്കി 3 പേര് നിന്നു. അതിനുശേഷം 3 പേര് 12 പേരായി. 3 പേര് ഇതിന് വെട്ടുകത്തി അങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പിച്ചു കൊടുക്കാനും അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ കൊടുക്കാനും. എല്ലാ 15 പേർക്കും ഒരേ മനസ്സാണ്, ഒരേ ദൃഢനിശ്ചയം തന്നെയാണ്, ഒരേ എയിമാണ്. അത് കോടതിയിലെ പ്രോസിക്യൂഷനും അതുപോലെ ഡിവൈഎസ്പിക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് ആ കോടതിയുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ട്. ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ആ അപരിഷ്കൃത ഗോത്ര നിയമവും ആയുധമെടുത്ത് സഹജീവിയെ കൊന്ന പ്രവാചകനുമാണ്. അന്ന് തോക്കില്ലാത്ത കാലഘട്ടമാണ്, ബോംബും സ്ഫോടക വസ്തുക്കളും ഇല്ലാത്ത കാലഘട്ടമാണ്, സയനൈഡ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടമാണ്, വാളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുന്നത് വാൾ ഉപയോഗിച്ച്. ആ ചോരയാണ് ശരീരത്തിലേക്ക് തെറിക്കുന്നത്. വാൾപ്പിടി മുഴുവനും ചോര. ആ ചോരക്കറ പിന്നെയും ആർത്തിയോടെ മുറുകെ പിടിക്കുന്നു വാളിന്റെ പിടിയിൽ. അടുത്തവന്റെ തല വെട്ടുന്നു. അങ്ങനെ 100 കണക്കിന് 1000 ആളുകളുടെ തല വെട്ടി കാണിച്ചു തന്ന പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന, ആ ചര്യ തലച്ചോറിൽ കിടക്കുന്ന ഈ 15 പേർക്കും എങ്ങനെയാണ് ദയയുണ്ടാകുന്നത്? അവരിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നത്? അവര് മനുഷ്യരാണോ? 15 പേർക്കും ഒരേ മനസ്സാണ് എന്ന് പറയുന്നതിനേക്കാൾ 15 പേരും ഒരേ ഗോത്ര പുസ്തകത്തിന്റെ ആളുകളാണ്, ഒരേ ഗോത്രമതം പിൻപറ്റുന്ന ആളുകളാണ്, ഒരേ കിരാതനായ, ചോരക്കൊതിയനായ, യുദ്ധക്കൊതിയനായ ഒരേ പ്രവാചകന്റെ അനുയായികളാണ്. അതുകൊണ്ടാണ് ബാലുശ്ശേരി പറഞ്ഞത്, എന്റെ പ്രവാചകൻ 1000 പേരുടെ തലയറുത്തിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ നന്മയാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആ പ്രവാചകനെ അത്രമാത്രം നെഞ്ചിലേറ്റിയിരിക്കുന്ന ഈ 15 പേർക്കും ശ്രീനിവാസന്റെ കണ്ണ് തെറിച്ചാൽ എന്ത്, പല്ലുകൾ തെറിച്ചു പോയാൽ എന്ത്, തല പൊട്ടിപ്പിളർന്ന് തലച്ചോറ് പുറത്തു വന്നാൽ എന്ത്, ആ ശരീരം ചുറ്റികയിട്ട് അടിച്ച് നാമാവശേഷമായി മാംസം
നുരയാക്കി ചിതറിത്തെറിപ്പിച്ചാൽ എന്ത്? എനിക്കും ഇതുപോലെയാണ് വേദനയുണ്ടാകുന്നത്. ഞാനും ഇതുപോലെ പച്ചയായ ഒരു മനുഷ്യനാണ്. എനിക്കും ഉമ്മയുണ്ട്. എൻ്റെ ഉമ്മയെ പോലെ എനിക്ക് വേദനിച്ചാൽ ഹൃദയം പിടയ്ക്കുന്ന ഒരു അമ്മയാണിത്. എൻ്റെ മകളെ പോലെ ആ കുഞ്ഞു അനാഥയായി പോകും. എൻ്റെ ഭാര്യയെ പോലെ ഇവരും വിധവയായി പോകും. ഈ കുടുംബത്തിന് ഒരിക്കലും ഈ ദൃശ്യം മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയാതിരുന്നത് രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ പുറമെ, വ്യക്തിവൈരാഗ്യത്തിനും ആശയങ്ങൾക്കും ഒക്കെ പുറമെ ആ പുസ്തകത്തിന്റെ ആശയമാണ് ഇവർ നെഞ്ചിലേറ്റിയിരിക്കുന്നത്. കാരണം ഒരാളെ സ്പെയർ ചെയ്യാൻ പറ്റൂല. അതിനകത്ത് ഒരാൾക്ക് മാത്രം വധശിക്ഷ ഈ കേസിനകത്ത് കൊടുക്കാൻ കഴിയില്ല. 15 പേർക്ക് ഒരുപോലെ കൊടുത്തേ പറ്റുള്ളൂ. കാരണം വെട്ടിയോ എന്നുള്ള അല്ല പ്രശ്നം, ഒരേ മനസ്സ്, ഒരേ മൈൻഡ്. അത് നേരത്തെ അവർ ആദ്യം അങ്ങനെ ഓഫീസിൽ, അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ പോയി കൃത്യം നടത്താൻ പ്ലാൻ ചെയ്തു. അത് നടന്നില്ല. ചില സാങ്കേതിക കാരണം കൊണ്ട് അവിടെ നടന്നില്ല. അതിനുശേഷം രാത്രി 11 ഇയാളുടെ വീടിന്റെ അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു വാഹനം കിടക്കുന്നു, പോലീസ് വാഹനം. അവിടുന്ന് പിന്മാറി. പിന്നെ വെളുപ്പിനെ 6 മണിക്ക് അവർ ഉണർന്നു വരുന്ന സമയത്ത് വീടിന്റെ വാതിലെ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ആ രഞ്ജിത്ത് ശ്രീനിവാസനെ, അദ്ദേഹത്തിനെ വെട്ടി കൊലപ്പെടുത്തി 42 വെട്ട്. അമ്മ പറഞ്ഞു, ആ സങ്കടകരമായ വാർത്ത. അമ്മ പറഞ്ഞു, എന്റെ മകന് വായിക്കരി ഇടാൻ പോയി വായില്ല, വായുടെ പല്ലും ആയുടെ നാക്കും ആ താടി വെട്ടി അരിഞ്ഞു കളഞ്ഞു. 2% വെട്ട് വായി മുഖത്തായിരുന്നു. അമ്മയുടെ ദുഃഖം നമ്മൾ കണ്ടു. അതിന് കുഞ്ഞു കൊച്ചിന്റെ ആ കരച്ചിലും ആ കുഞ്ഞു കൊച്ചിന്റെ ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല. കണ്ണു നിറഞ്ഞു നമ്മുടെയൊക്കെ അത് കേൾക്കുന്നവരെ. എന്റെ അപ്പ ഒരു മനുഷ്യനെയും ദ്രോഹിച്ചിട്ടില്ല, ഒരു കേസിലും പ്രതിയല്ല, ആരോടും വൈരാഗ്യമില്ല. ഈ കൊന്ന ആൾക്കാരോടൊന്നും അപ്പ അറിയത്തില്ല, അവർക്ക് വൈരാഗ്യമില്ല. എന്തിനാണ് എന്റെ അപ്പനെ കൊന്നത്? ഇത്ര ദാരുണമായ രീതി ആ കൊച്ചു കരയുന്ന കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു. ഇത് സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും, രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും ശരി, ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനും വകവരുത്തരുത്, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. അത് മനസ്സിലാക്കണം എല്ലാവരും. അത് തന്നെയല്ല ഇതിനകത്ത് ഇപ്പൊ 15 പേരുടെ ആ വധശിക്ഷ ഒരു കാരണവശാലും ഹൈക്കോടതിയിൽ നിന്ന് വിടാൻ ഒക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സുപ്രീം കോടതി പോയാലും ശരി വെക്കും. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, തന്റെ മതക്കാരോ അല്ല തന്റെ രാഷ്ട്രീയക്കാരോ ഒക്കെ സഹായിക്കാനുണ്ടാവും. ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനും നല്ലൊരു പ്രോസിക്യൂട്ടറും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ മാർഗമില്ലാതെ മനസ്സിലാക്കി. ഇതൊരു ടിപ്പിക്കൽ കേസ് അങ്ങനെയാണ് വന്നത്. ആ ജഡ്ജിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ വളരെയധികം ഇത് വരുന്നുണ്ട്. അതൊന്നും അല്ല പ്രശ്നം നമുക്ക്. കാരണം ആ പോലീസ് കണ്ടെത്തിയ എവിഡൻസുകൾ, ആ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്ത എവിഡൻസ്, അത് കോടതിയുടെ മനസ്സിൽ അതേപടി കയറി. അതുകൊണ്ടാണ് 15 പേർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്. 50 പേരെ കൊണ്ടുകൊണ്ടാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യമില്ല. ഒരാളെ കൊല്ല ഒരേ മനസ്സോടുകൂടി 50 പേരുണ്ടെങ്കിലും ശരി 50 പേർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് നിയമം പോകുന്നത്. അപ്പൊ ഇവിടെ 15 പേർക്ക് കൊടുത്തതിൽ തെറ്റില്ല. കാരണം ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. കേസിൽ എല്ലാവരും തുല്യ തെറ്റ് തന്നെയല്ലേ ചെയ്തത്? കൊല്ലാൻ ആയുധം കൊടുത്തവൻ, ഗൂഢാലോചന നടത്തിയവൻ, മുന്നിൽ നിന്ന് അടിച്ചു കൊന്ന് കാണിച്ചു തന്നവൻ, അവനെ രക്ഷപ്പെടുത്തിയവൻ, അവന് പണവും നൽകി സേഫായി അവനെ ഒരിടത്തെത്തിക്കുന്നതുവരെ അഹോരാത്രം ഉറക്കമിളച്ച് പ്രയത്നിച്ചവൻ, എനിക്കും അതുപോലെ ഒരു ജീവനാണ് എന്ന് ചിന്തിച്ചില്ലല്ലോ. എല്ലാവരും തുല്യർ തന്നെയാണ് ഈ വിഷയം. ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് അപ്പീൽ പോയാലും സ്കോപ്പില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. കാരണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പല ഇതിനുള്ള ചർച്ചകൾ ഞാൻ കേട്ടു. വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് അദ്ദേഹം ഈ കേസ് നടത്തിയത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ ടീമിനെ അഭിനന്ദിച്ചാൽ നമുക്ക് മതി വരില്ല. കാരണം അത്ര കൃത്യമായിട്ട് ഓരോ സാക്ഷികളുടെ പോയിന്റ് എഴുതി അത് പ്രോസിക്യൂട്ടറെ പഠിപ്പിച്ച് പ്രോസിക്യൂട്ടർ അത് പഠിച്ച് അതേപടി കോടതിയിൽ പ്രസന്റ് ചെയ്തതാണ്. വിധി കേട്ട ശേഷം 14 പേര്, ഒരാൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ഒരു പ്രതി തിരുവനന്തപുരത്താണ്, 14 പേര് ഇറങ്ങിപ്പോയപ്പോൾ അവരുടെ മുഖത്ത് ഒരു ദുഃഖമോ വിഷമോ പ്രയാസമോ ഒന്നുമില്ല. ഒരു മനുഷ്യനെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവര് ചിരിച്ചുകൊണ്ടായിരുന്നു കൈ നീട്ടി കൊടുത്തത് വിലങ്ങു വെക്കാൻ. അവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു പ്രചോദനം കിട്ടുന്നത്? നമ്മൾ ചെയ്തത് ധീരപ്രവൃത്തിയാണ് എന്നവർ വിശ്വസിക്കുന്നു. ഇത് അള്ളാഹു ആകാശത്തിരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്നവർ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചെയ്ത ഈ പ്രവൃത്തിക്ക് നമുക്ക് സ്വർഗവും ഊറികളും മദ്യപ്പുഴയും ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുക? വെട്ടി നുറുക്കി പോയവര് അങ്ങനെ ഒരു കേസിന്റെ ശിക്ഷ ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലൊക്കെ മനുഷ്യനാണെങ്കിൽ ഒരു ദുഃഖം ഉണ്ടാവും. പക്ഷെ ഇവിടെ അവർക്ക് ആർക്കും ഉണ്ടായില്ല. എല്ലാവരും ചിരിച്ചോണ്ടൊക്കെ തന്നെയാണ് പോയത്. അങ്ങനെ ഒരു മനസ്സുള്ളവരാണ്, അവരൊരു മൃഗത്തിന്റെ മനസ്സുള്ളവരാണ്. കാരണം അവർക്കാർക്കും മനുഷ്യത്വം ഇല്ലാതെ പോയി. ഞാൻ അന്നേരം ആലോചിക്കുന്നത് ജോസഫ് സാറിന്റെ കൈ വെട്ടിയ ആ ആളെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആ ആള് ജോസഫ് സാറിന്റെ കൈയെ ഇടത് കൈ വെട്ടിയപ്പോ പുള്ളിക്ക് ഒരു ബോധോദയം തോന്നി. ഇടത് കൈ കൊണ്ടല്ലല്ലോ ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത്, വലത് കൈ കൊണ്ടാണ്. അതുകൊണ്ടാണ് വലത് കൈ കൂടെ വെട്ടി. വലത് കൈയാണ് വെട്ടി അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇടത് കൈ അദ്ദേഹത്തിന് കുറച്ച് വെട്ടേ കിട്ടിയുള്ളൂ.
അപ്പൊ അതൊരു മനസ്സ് നമ്മൾ അതല്ല, ഖുർആനിക നിയമപ്രകാരം അള്ളാഹുവിനെയോ റസൂലിനെയോ നിഷേധിച്ചാൽ, വിമർശിച്ചാൽ, നിന്ദിച്ചാൽ ഇടത് കൈയും വലത് കാലും, വലത് കൈയും ഇടത് കാലും അങ്ങനെ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണം. വെട്ടാൻ പോയ സവാദന ഇടതും വലതും അറിയാതെ പോയി, അതുകൊണ്ട് രണ്ടും വെട്ടി. ആലോചിക്കണം, ഒരു മനുഷ്യന്റെ മനസ്സ് ആ ഒരു കാര്യവും ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ് ജോസഫ് സാർ. ഇവിടെ അത് തന്നെ രഞ്ജിത് ശ്രീനിവാസന് ആരോടും വയ്യൊക്കെയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഒരു നേതാവായി പോയി അല്ലെങ്കിൽ ഒരു ഭാരവാഹിയായി എന്നല്ലാതെ അത് വെച്ചിട്ട് ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുമില്ല. അപ്പൊ ഇനി ഈ പോലീസ് അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ ശ്രദ്ധിക്കണം. ഗവൺമെന്റ്, ഞാൻ ഗവൺമെന്റിനെ ശ്ലാഘിക്കുന്നുണ്ട്. സാധാരണ എല്ലാ കേസിനകത്തും ഗവൺമെന്റ് ഒക്കെ ഇടപെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായ പ്രോസിക്യൂഷൻ നടത്തട്ടെ, ശിക്ഷിക്കട്ടെ എന്ന് ഗവൺമെന്റ് കരുതിയെന്ന് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് വന്നല്ലേ? ഇല്ല, ഒരു ഇന്റർഫിയറൻസ് വന്നില്ല. ഇന്റർഫിയറൻസ് വന്നിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ കഴിയില്ല. ഒരു ഇന്റർഫിയറൻസും ഇല്ല. അതുകൊണ്ടാണ് ഗവൺമെന്റിനോട് അഭിനന്ദിക്കുന്നത്. കാരണം ഈ കേസിനകത്ത് ഈ ദാരുണമായ അദ്ദേഹത്തിന്റെ മരണത്തില് ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല. കേൾക്കുന്നവർ ഇപ്പം നമ്മൾ തന്നെ ആ കൊച്ചുങ്ങളുടെ കരച്ചിൽ കെട്ടിട്ട് നമ്മൾ വിങ്ങി പൊട്ടുകയാണ്. അതുകൊണ്ട് ഇത് ഹൈക്കോടതി പോയി ഊരാം, അല്ലെങ്കിൽ സുപ്രീം കോടതി പോയി ഊരാം എന്നൊന്നും ആരും കരുതണ്ട. ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റിനോട് പൊതുവെ സുപ്രീം കോടതി ഉൾപ്പെടെ വളരെ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. എങ്കിലും 1947 ശേഷം 795 പേരെ ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധേയമാക്കിയിട്ടുണ്ട്. അതിനുള്ള പാർലമെന്റ് അക്രമിച്ച കേസിൽ അതായത് പങ്കെടുത്ത ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു നമ്മൾ. അപ്പൊ ഇവിടെ ഈ 15 കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്തവരല്ലാതെ അതിന്റെ പിന്നാമ്പുറത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തവരും, അതിന് ഗൂഢാലോചന നടത്തിയവരും, ഇതിനു മുമ്പ് അവിടെ വന്ന് ഈ വീടൊക്കെ കാണിക്കാനുള്ള ട്രയൽ റൺ നടത്തിയവരും, അതുപോലെ ചില സ്ത്രീകൾ അവിടെ വന്നിട്ട് ആ വീട്ടുകാരെ ഈ മർഡറിന് മുമ്പ് അവരോട് ചില ഭീഷണിപ്പെടുത്തിയ നടപടികളൊക്കെ ഉണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള 17 പേരിൽ അതെല്ലാം വരും എന്ന് കണക്കാക്കും. അത് ഇനി താമസിപ്പിക്കരുത്. കാരണം അതൊരു 10-30 ദിവസത്തിന് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ്. തീർച്ചയായിട്ടും സ്ത്രീകളും ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അയാൾ എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വീട് സന്ദർശിക്കുകയും വേണ്ടുന്ന രൂപത്തിൽ എല്ലാ തെളിവുകളും സാഹചര്യവും ഒക്കെ ഈ ഭീകരർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ഉണ്ടല്ലോ മനുഷ്യർ ഈ ലോകത്ത്. നന്ദി.